12:20 രാത്രി 12:20. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്? നമ്മൾ ബോണക്കാട് പ്രേതാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. പ്രേതാലയം എന്ന് ആൾക്കാർ പറയുന്ന സ്ഥലത്ത് ഒരു പ്രേതവും ഇല്ല, തേങ്ങയില്ല, ഒന്നുമില്ല. ഇതാ ഒരു പ്രേതം പോണണ്ട. ഇതാണ് പഴയ റോഡ് പോണത്, കല്ലിൽ തീർത്തേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോണക്കാട് കാഴ്ചകളുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്കിന് ഈ രാത്രി നമ്മൾ നേരെ ഇനി ബോണക്കാട് ബംഗ്ലാവിലേക്ക് പോയത്. അതായത് പ്രേതങ്ങളുടെ താഴ്വാരം എന്നൊക്കെ മുദ്ര കുത്തിയ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സംഭവം അവിടെ ചെന്നിട്ട് നമുക്കറിയാം അവിടെ പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്നൊക്കെ. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ എല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ വൈകുന്നേരം കുളിക്കാമെന്ന ആ സ്ഥലത്തേക്ക് വീണ്ടും ഒന്നുകൂടെ വന്നിട്ടുണ്ട്. നമ്മൾ അഭിനന്ദനൻ്റെ കണ്ണാടി ഇവിടെ വെച്ചൊന്ന് മിസ്സായി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നത്. അപ്പോൾ ഈ സ്ഥലം എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കരടികളും ആനകളും വന്യജീവികളൊക്കെ ഉള്ള ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളോട് ബാക്കിയുള്ള ടീമുകൾ കുറേ പേര് അവിടെ നമ്മളെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അവരെ വിളിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും ഒരുമിച്ചാണ് നേരെ ബംഗ്ലാവിലേക്ക് പോകാൻ പോകുന്നത്. അത് തന്നെ ഇന്ന് ഉണ്ടായില്ലേ നമ്മൾ സെർച്ച് ചെയ്യുന്നു. അത് കിട്ടി. ഇതാണ് ബോണക്കാടിന്റെ ബ്ലോഗർമാരെല്ലാം പറയണത് ഇവിടെ പ്രേതമുണ്ടെന്നാണ്. അത് തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മള് ഇന്ന് അത് തെളിയിക്കുമല്ലോ. ഇന്ന് പോവാ, നേരെ വിട്ടോളി. 12 മണി ആയിട്ടുണ്ട്. നമ്മൾ നേരെ ബംഗ്ലാവിലോട്ട് പോവുകയാണ്. ഇവിടെ നമ്മള് കരടിയെ കണ്ടെന്നാണ് പറയണത്. അപ്പൊ നമ്മൾ ബംഗ്ലാവിലേക്ക് പോകാൻ വേണ്ടി ബാക്കിയുള്ളവരെ വിളിക്കാൻ വേണ്ടി നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കുന്നത്. ഇപ്പം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചുപേരെ കരടിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പേടിച്ചൊരു സന്ദർഭമായിരുന്നു ഇത്. എല്ലാവരും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. പേടിച്ചു പിന്നെ ജീവിതം ഇല്ലല്ലോ, പോട്ടെണ്ണ കുഴപ്പമില്ല. എല്ലാവരും ഒറ്റയ്ക്ക് വരണ്ടേ. അപ്പം ഒരു ആക്കിട്ടൊക്കെ ഉണ്ടല്ലോ കയ്യില്. രാവിലെ ഉണ്ടല്ലോ ഒന്ന്. ഒരെണ്ണം എൻ്റെ. അപ്പം നമ്മള് ഒരു കരടിയെ കണ്ടൊരു പേടിയുണ്ട് അല്ലേ. ചെറിയൊരു പേടിച്ച് നമ്മൾ അവിടെ കുറച്ചു നേരം എല്ലാവരും സംസാരിച്ചിട്ട് വീണ്ടും നമ്മള് കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മള് പോവുകയാണ് വീണ്ടും ബംഗ്ലാവിൽ. ആദ്യം കാറ് നമ്മൾ ഫ്രണ്ടേ വിട്ട് നമ്മൾ 4 പേരും കൂടെ ബൈക്കിൽ പോവുകയാണ്. 4 പേര് നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിറകെ പോവുകയാണ്, കാറിന്റെ പിറകെ. പേടിയില്ല. അത് നമ്മൾ വീണ്ടും പറയാണ്. എന്തായാലും നമ്മള് ബംഗ്ലാവിൽ പോവാന്നും പറഞ്ഞ് ഇറങ്ങി. രാത്രി എന്തായാലും ബംഗ്ലാവിൽ പോവാന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി. എന്തായാലും നമ്മള് ഇനി കുറച്ചും കൂടെ കാടിനകത്തൂടെ പോയിട്ട് ബംഗ്ലാവിനകത്തോട്ട് പോവുകയാണ്. നമ്മള് കാറിന് പോകണനുസരിച്ച് പയ്യെ പിറകെ പോവുകയാണ്. 12:20 രാത്രി 12:20. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്? നമ്മൾ ബോണക്കാട് പ്രേതാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. പ്രേതാലയം എന്ന് ആൾക്കാർ പറയുന്ന സ്ഥലത്ത്. ഇവിടെ ഉള്ളവരല്ല പലരും ബ്ലോഗേഴ്സ് പറയുന്നവര്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഒരു പ്രേതവും ഇല്ല, തേങ്ങയില്ല, ഒന്നുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മള് അകത്തോട്ട് പോകണം. നമ്മളെല്ലാരും അകത്തോട്ട് പോകണം. ഏത് സാഹിബിന്റെ മോള് മരിച്ചെന്ന് നമുക്കറിയാം. ആര് ശല്യപ്പെടുത്തണമെന്ന് അറിയണമല്ലോ. അതാണ് ആരാണ് ഇവിടെ ശല്യം. അതാണ് അതിനു വേണ്ടി മാത്രമാണ്. രാത്രി 12:20. അത് നമുക്ക് സംഭവം ഇതാണ് സ്ഥലം. അങ്ങനെ രാത്രി ഒറിജിനൽ സ്ഥലമാണ്. ഒറിജിനൽ ബംഗ്ലാവ്. എന്തായാലും നമ്മളെ രാവിലെ പകൽ എന്തായാലും വരും. അപ്പൊ ഒന്നുകൂടെ ആ വീഡിയോ കാണിച്ചു തരാം, പകലത്തെ വീഡിയോ കൂടെ. ഇപ്പതാ ഇത് തന്നെയാണ്. ഇതൊരു ബെഡ്റൂമാണ്. അതൊരു ബെഡ്റൂം. അത് ഇത് ബാത്റൂമാണ്. ബാത്റൂമുണ്ട്. ഇത് ബാത്റൂം. ഇതൊരു ബെഡ്റൂമാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ പാടാറുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥലമുണ്ട്. രമേശ് എണ്ണം കൊച്ചിയില് ഇവിടെ കളിച്ച് വളർന്നൊരു സ്ഥലം. ഇതാണ് കിച്ചൺ. ഇതാ കിച്ചൺ ആണ് ഇത്. ഞാനാണ് ഇവിടെ പാല് കൊടുക്കുന്ന സ്ഥലം. എത്രാമത്തെ വയസ്സിലാണ് അത്? എത്ര വർഷമാവും? എനിക്ക് ഒരു 10 വയസ്സുള്ളപ്പോ ഞാൻ ഇവിടെ പാല് കൊടുത്തോണ്ടിരുന്നതാണ്. ഇവിടെ 10 വയസ്സ് തൊട്ട് ഇവിടെ. അന്നത്തെ ലുക്ക് എങ്ങനെയാണ് ഇവിടത്തെ ലുക്ക്? ഇതൊക്കെ ഗംഭീരമായിരുന്നു. അടിപൊളിയ ബംഗ്ലാവ്. ഇപ്പൊ അതാണ് കൂടുതലും മൊത്തം ബ്ലോഗർമാര് ഉണ്ടാക്കിയെടുക്കുന്ന പ്രേതമാണെന്നും പറഞ്ഞ് ആലയം ആക്കി തീർത്തതാണ്. അത്രേ ഉള്ളൂ. ബ്ലോഗർമാര്
അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. നമ്മളിതാ ഇതിനകത്ത് 12:20 സമയം അറിയാമല്ലോ. 12 രാത്രി 12:20 നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? എത്ര പേരുണ്ടെന്ന് നോക്കൂ. ഇന്ന് എന്തായാലും നമ്മൾ രാത്രി ഇവിടെ വന്ന് ഇത് പ്രേതം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനാണ് കൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ നമ്മള് പ്രേതത്തിനെ കണ്ടിട്ടില്ല. ഇവിടെ എന്തായാലും ഇവിടെ കളിച്ച് വളർന്ന് ജനിച്ച ഇവരെന്തായാലും ഇവിടെ പ്രേതത്തെ കണ്ടില്ല ഇത്ര നാളായിട്ട്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. 12 കാണിച്ചു 12:20 കാണിച്ചുള്ള ആ വീട്ടിൽ ഒന്നുകൂടെ കാണിക്കാം നമ്മള്. ആ സമയം 12:22. രാജീവുള്ള ഒടിയനെ പോലെ അതിനകത്തൂടെ ആക്കുന്നുണ്ട്. വളരെ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പകല് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ രാത്രി നമ്മൾ എത്തിയിട്ടുണ്ട്. സംഭവം ഇതാണ്, സാമൂഹിക വിരുദ്ധര് ഇവിടെ മൊത്തവും അടിച്ച് നശിപ്പിച്ച് കളഞ്ഞ് ജനലും ഇതൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് പോയല്ലാണ്. എന്തായാലും നമ്മൾ രാത്രി എന്തായാലും ഈ ഇന്നലെ പ്രേത കഥയിൽ പറയണത് രാത്രി 1 മണിക്ക് 12 മണിക്കല്ലേ പ്രേതം ഇറങ്ങണം എന്ന് പറയണ. അപ്പൊ അതെന്തായാലും അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ രാത്രി തന്നെ ഇവിടെ വന്നത്. എന്തായാലും ഇതൊക്കെ പഴയ ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകള് ഇത് അതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇതൊക്കെ. ഇപ്പോഴും ഇത് സംഭവം തന്നെ അടിച്ച് നശിപ്പിച്ചോളാം മൊത്തം. എങ്കിലും ഇതിന്റെ കട്ടളയ്ക്കൊന്നും ഒരു കോട്ടവും ഇല്ല. ഇതൊക്കെ അടിച്ച് പൊളിച്ചതാണ്. അല്ലാതെ ഇത് ഒരു നമ്മളിപ്പം കാണണല്ലേ ഇപ്പം കാണുന്ന കട്ടളയൊക്കെ ഉളുത്ത് എപ്പോഴേ പോകാനായിരുന്നു. ഇപ്പൊ 4 സൈഡും കാടൊക്കെ പിടിച്ച് ഇന്ന് കാറ്റ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു സൗണ്ട് അതാ ആ മൂളല് കേട്ടിട്ടാണ് ഇവിടെ യക്ഷി പ്രേതത്തിന്റെ സൗണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ളവരല്ല, ഈ കുറെ വെളിയിൽ നിന്നുള്ള വ്ളോഗേഴ്സ് ഇത് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇതിനെ ഒരു പ്രേത ബംഗ്ലാവാക്കി മാറ്റി. കാണാ ചേട്ടാ, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് പറയുന്നത്. ഇവിടെയും ചെറിയ റൂം എല്ലാം ഉണ്ട്. ഇതൊരു ബാത്റൂമാണ്. പഴയൊരു സിസ്റ്റം വെച്ച് ഭയങ്കര വലിയ ബാത്റൂമുകളൊക്കെ അല്ലേ? എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബാത്റൂമും സിസ്റ്റങ്ങളും കാര്യങ്ങളും അന്നും ഇത്രയും സംവിധാനങ്ങളാണ്. പിന്നെ അത്രയും സംവിധാനങ്ങൾ നമ്മളെ ഉള്ള സ്ഥലമാണ്. പകലത്തെ വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയ പേപ്പാറ ഡാമിന്റെ വ്യൂ അല്ലേ? പിന്നെ ഈ ചിത്രങ്ങളൊക്കെ ഒരുപാട് വരച്ചു വെച്ച സാധനം ആണോ? എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നു. നമ്മളൊരു സ്ഥലം കാണാൻ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം നശിപ്പിക്കരുത് എന്നൊരു അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ ആ സ്ഥലം വന്ന് കാണുക, പോവുക. ഇല്ല എന്നാ കണ്ടില്ല. ഇതെല്ലാം അവര് പറഞ്ഞുണ്ടാക്കണേണ്. നമ്മള് എപ്പോഴും പ്രേതകഥ പറയണ എത്ര മണിക്ക്? 1 മണിക്ക് 12 മണിക്കാണ്. ആ സമയത്താണ് നമ്മളിവിടെ എത്തിയേക്കണത്. അപ്പൊ ഇതെല്ലാം ഊടായിപ്പാണ്. അങ്ങനെ ഇതേ ഇല്ല ഇതിന്. അതാണ് ഇവിടെ ഒരു പ്രേതം എല്ലാവരും ഉണ്ടേ ഇല്ല. അവർക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരു വ്യൂവേഴ്സേ വേണ്ട. നമുക്ക് ജെന്യൂനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ കളിച്ച് വളർന്ന് ഈ ഇവിടെ താമസിച്ചിരുന്ന അണ്ണനെ കൊണ്ടുവന്ന് രമേശ് അണ്ണനെ കൊണ്ടുവന്ന് ജനിച്ച് വളർന്ന ആളാണ്. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അതാണ് നമ്മളെന്തായാലും പകൽ ഇവിടത്തെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കണം. ഇവിടുത്തെ അന്നത്തെ പേപ്പാറ ഡാമിന്റെ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ രാവിലെ എന്തായാലും പകലും കൂടെ വരാം. എന്തായാലും കുറച്ചേ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ താഴോട്ട് പോവുകയാണ്. അത് തന്നെ ഇനി പകലാണോ പ്രേതം ഇറങ്ങണേ നമുക്കറിയണം. അതുകൊണ്ട് പകലും നമ്മൾ വരുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പെർമിഷൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് താഴെ നമ്മൾ സ്റ്റേ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് വന്നത്. നമുക്ക് ഇവിടെ പെർമിഷൻ കിട്ടിയില്ല രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ രാത്രി ഇവിടെ വന്ന് കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതാണ് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ റൺവേ ആണ്. നമ്മൾ പക്ഷേ വലിയ ക്യാമറയിൽ വലിയ കിട്ടത്തില്ല. ചെറിയൊരു മിന്നി പോലെ വെട്ടം കാണണ്ട. അത് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ റൺവേ ആണ് കാണുന്നത്. അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ റൺവേ ആണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ പേപ്പാറ ഡാമിന്റെ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പകല് കാണിച്ചിരുന്ന ആ വ്യൂ ഒക്കെ നമുക്ക് കാണാം. ഇതാ ഒരു പ്രേതം പോണണ്ട. ഇതുപോലത്തെ വീഡിയോകളൊക്കെയാണ് ഇവിടെ വരുന്നത്. സംഭവം തിരിഞ്ഞാണോ രാജീവണ തിരിഞ്ഞ്? ഇത് നമ്മളെ വേറെ ആരുമല്ല, രാജീവണം തന്നെയാണ്. ഇതുപോലത്തെ വീഡിയോസാണ് ഇവിടെ വന്നല്ലേ? ഇതുപോലത്തെ വീഡിയോകളാണ് ഇവിടെ ഇടുന്നത്. പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞ്
അല്ല ഇവിടെ പ്രേതമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ പ്രേതത്തിനെ കാണാൻ പറ്റൂലെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പം നമ്മൾ ഒരു 1.5 മണിവരെയൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ എല്ലാവർക്കും ഉറക്കം വന്നോണ്ട് നേരെ തിരിച്ച് നമ്മളെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നേരെ നമ്മൾ അവിടെ പോയിട്ട് ഇന്ന് ഫുള്ള് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പോകാനുണ്ട്. നമ്മളാ വീടിനകത്ത് എല്ലാവർക്കും കിടക്കാൻ സ്ഥലക്കുറവുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പുറത്ത് ഒരു ടാർപ്പയൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പം ഈ കരടിയോ വല്ലതൊക്കെ വന്നാൽ ഈ തീ കണ്ട് അത് തിരിച്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ 2 സൈഡിലും നല്ല തീയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. സമയം 7:34. കുറേ പേരൊക്കെ ഇതിൻ്റെ അത് ടാർപ്പൊക്കെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ എനിക്ക് ഫ്രഷായി രാവിലെ തന്നെ. കുറച്ച് പേരൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ട് താഴെയൊക്കെ ചായ കുടിക്കാനൊക്കെ. ഇപ്പം രാവിലെ ആയപ്പോൾ നല്ല തണുപ്പ്, രക്ഷയില്ല, നല്ല തണുപ്പുണ്ട്. രാവിലെ എനിക്കൊന്ന് ഫ്രഷൊക്കെ ആയി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ ഉറങ്ങിയതെന്നൊക്കെ പറഞ്ഞാൽ ആ ടാർപ്പയൊക്കെ മൂടി. രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ടാർപ്പയൊക്കെ മൂടി അതിൻ്റെ അടിയിലാണ് കിടന്നത്. ഇനിയും കുറേ പേര് അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. 2-3 പേര് അതിനകത്ത് കിടപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുറത്തോട്ടൊക്കെ പോയി സ്ഥലമൊക്കെ കാണാൻ വേണ്ടി. അപ്പം ഞാനും ഇറങ്ങിയിട്ടുണ്ട് ബോണക്കാടത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെയാണ് വണ്ടി വെച്ചിരുന്നത്. അപ്പോൾ ഒരു വണ്ടി അവർ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയൊരു സെറ്റൊരു പേപ്പാർ ഡാമിൻ്റെ വ്യൂ ഉണ്ട്. അത് ഇന്നലെ നമ്മൾ വൈകിട്ടത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തായിരുന്നു. രാവിലെ എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. അതൊക്കെ സ്ഥലം അടിപൊളി ഏരിയയാണ്. നോക്കിയോ, ഇതാ കാണുന്നതാണ് പേപ്പാറ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിവിടെ നോക്കിയാൽ ഡാമിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഭാഗത്ത്. ഇപ്പം അങ്ങനെ നമ്മളെ വണ്ടിയിട്ട് അങ്ങനെ അവിടെയാണ്. ഇന്നലെ രാത്രി നമ്മൾ കരടിയെ കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയത് ഇവിടെ നിന്നാണ്. നമ്മൾ കരടിയെ കണ്ടിട്ട് കരടി മേളിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് ചാടി. അങ്ങനെ മേളിലുള്ളവരെല്ലാം ഇറങ്ങി ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഓടിയായിരുന്നു. ആ സമയത്ത് കരടി ഉണ്ടായിരുന്നു ഇവിടെ താഴ്ഭാഗത്ത്. മേളിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ട് താഴോട്ട് ചാടുകയായിരുന്നു കരടി. അത് കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങി ഓടിയത്. അപ്പം രാവിലെ നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. രാത്രി നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോവാം. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ വന്നിട്ട് ഇവിടെ പാചകവും പിന്നെ നമ്മളെ വന്ന ആ വീടൊക്കെ വൃത്തിയാക്കണതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാം. അവിടെയാണ് നമ്മൾ ബോണക്കാട് ജംഗ്ഷൻ വരുന്നത്. ആ ഭാഗത്ത് നമുക്ക് തിരിച്ച് പോകാനുള്ളതും ആ വഴിയാണ്. വീട്ടിലോട്ടും ഒരു ചെറിയ ബംഗ്ലാവുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റില്ല ഒരു ഉണ്ട് ആ ഭാഗത്ത്. അപ്പം ഇനി അവിടെ പോകണം. അവിടെ നല്ല രസമാണ്. അവിടെ ഒരു ചെറിയ ബംഗ്ലാവ് അവിടെയുണ്ട്. അത് കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പറ്റണം നമുക്ക് പെട്ടെന്ന് ഓടിക്കണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി ഇന്ന് കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ബാക്കി അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അഗസ്ത്യ മല ഉണ്ട്, പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നമുക്ക് ഇന്ന് കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇനി രാവിലെ നമ്മളെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. കാരണം നമ്മൾ ഇന്നലെ കാണിച്ച കണക്ക് തന്നെ ഇത് മൊത്തം തേയിലകളാണ്. പക്ഷേ ഇപ്പം തേയില എടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ചില തേയിലയൊക്കെ തേയില മരം ആയിട്ട് നിൽപ്പുണ്ട്. നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോൾ തേയില ചെടികളാണ് കാണുക. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് തേയില ചെടികളാണ് കാണുക. പക്ഷേ ഇവിടെ വരുമ്പം തേയില മരങ്ങളാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് ഇവർ ഉപയോഗിക്കാറില്ല. ഇതിൽ കൃഷിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി പൂട്ടിക്കിടക്കുന്നത് തന്നെ ഇവിടെ വേറെ ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് ചില തേയില ചെടികൾ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ തേയില ചെടികളാണ്, മരമായിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ. ഇപ്പം
ഒരു പശു ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ച് പോയിട്ടുണ്ട്. ജസ്റ്റ് അല്ലല്ലോ, ഒരു പേടിച്ച് പശു ഇടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പം കാപ്പി ഉണ്ടാക്കണം പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറേ പേര് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് താഴോട്ട് പോകാമെന്ന് വിചാരിച്ച് താഴെ ജംഗ്ഷനിലോട്ട് അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് വന്ന് നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാപ്പി ഉണ്ടാക്കാനുള്ള തീരുമാനമാണ്. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ വൈകിട്ട് കുളിക്കാൻ വേണ്ടി വന്ന ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വൈകിട്ട് കുളിക്കാൻ വന്നതും ഞാൻ വീണ സ്ഥലവും ഇതൊക്കെയാണ്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നെറ്റിയിടിച്ച് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ വെച്ചാണ് ആ സ്ഥലമാണത്. വേണ്ട പകല് രാവിലെ ആയപ്പോൾ എന്ത് നല്ല രസമാണ്. എന്താ നോക്കിയേ, നല്ല രസമാണ് ഇവിടെ നിന്നൊക്കെ കുളിക്കാനുള്ള ഇതൊക്കെ. ഞാൻ രാവിലെ എനിക്ക് അവിടെ നിന്ന് തന്നെ കുളിച്ചായിരുന്നു. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടെ വന്ന് കുളിക്കാൻ പോയി. ഇപ്പം നല്ല തണുപ്പാണ്. ഇപ്പം ആറ്റി ഇറങ്ങി കുളിക്കുക. നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് കുളിച്ചത്. പിന്നെ ഇതുവഴിയാണ് നമ്മൾ ബോണക്കാടിൻ്റെ പിന്നെ അഗസ്ത്യാകുടം ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയുള്ള ആ സ്ഥലങ്ങളൊക്കെ. ഇവിടെ നിന്ന് കുറച്ച് അകത്തേക്ക് പോകുമ്പോഴാണ് അഗസ്ത്യാകുടം ട്രക്കിംഗ് പോയിൻ്റൊക്കെ ആരംഭിക്കുന്നത്. ഇപ്പം അടുത്ത ജനുവരി ആകുമ്പോൾ ഇനി ഇത്ര 3-4 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ 3-4 ദിവസത്തിനകം സീസണായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല തിരക്കാവും. അപ്പം ഇനിയൊരു ചായ കുടിച്ചോളാം. ഞാനും രമേശണ്ണനും കൂടെയാണ് ഇനി ഇറങ്ങി വന്നത്. മറ്റുപേർ നേരത്തെ കുറച്ച് പേര് വന്ന് ചായ കുടിച്ചിട്ട് പോയി. അപ്പോൾ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ സങ്കേതത്തിലോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ നല്ല താമസമുള്ള വീട്ടിലോട്ട് തന്നെ. നമ്മൾ നേരത്തെ ഇനി പറഞ്ഞ കണക്ക് ഇനി കാപ്പി ഉണ്ടാക്കണ പരിപാടിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ കറങ്ങാൻ പോണത്. അപ്പം നമ്മൾ കാപ്പി ഉണ്ടാക്കണ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ ചപ്പാത്തിയൊക്കെ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടൊന്ന്, പിന്നെ ഇന്നലെ വെച്ച ബിരിയാണി ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ട്. അപ്പം അതൊക്കെ കഴിക്കാം. അപ്പം എല്ലാവരും ഉറക്കമൊക്കെ എണീച്ചിട്ടുണ്ട്. സമയം 8 മണിയായി. അപ്പം നമ്മളെ കണ്ണൻ ചേട്ടനും ദിനോണ്ണനും കൂടെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയാണെങ്കിൽ ഇന്ന് ആ ചിക്കൻ, ബാക്കിയുള്ള ചിക്കനൊക്കെ എടുത്ത് പൊരിച്ച് നമുക്ക് ഒരു ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കാൻ ജുനേദ് അത് നോക്കിയിരിക്കുന്നുണ്ട്. ഉറക്കം വേണോ? അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ യാത്രയും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ വന്ന കണക്ക് ഇന്ന് വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മളത്തെ പരിപാടിയെ കഴിഞ്ഞ് ഉച്ചയായി തിരിച്ച് പോവുകയാണ്. അപ്പം ബാക്കി പോണ വഴിയിലെ വീഡിയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ താഴെ കിടന്നിരുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ ഒരു പഴയ ഇതാണ്, ഈ കുതിരേനെയൊക്കെ കെട്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട്. അപ്പം ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ, അടിപൊളിയാണ്. കുരിശുമലയൊക്കെ ഭാഗമൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്, ഇതാ പഴയ ഒരു കുതിരേനെയൊക്കെ കെട്ടിയിരുന്നതാണ് പണ്ട് കാലത്ത്. ഇപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബോണക്കാടാണ് പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. മിക്ക വർഷത്തിൽ 2 തവണ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. വളരെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. അത് പ്രേതവും ഭൂതവും ഒന്നുമില്ല. അല്ലേടാ രാവിലെ? അതെ, അത് 12 മണിക്കാണ് നമ്മൾ ബംഗ്ലാവിൽ പോയത്. എല്ലാം പൊളിഞ്ഞ് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരെല്ലാം നശിപ്പിച്ചിട്ടേക്കാണ്. ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് ഇതുപോലെ വന്ന് അവർ ഇതൊക്കെ നശിപ്പിച്ച് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പം ഇതൊന്നും നശിപ്പിക്കാതെ ഇരിക്കുക. കണ്ടേ പഴയ തടികളൊക്കെയാണ്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല നിങ്ങൾക്ക്. എവിടെ നിന്ന് ഈ ബോണക്കാടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാൽ നമുക്ക് പേപ്പാറ ഡാമിൻ്റെ വ്യൂ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മളെ ബോണക്കാടത്തെ കാഴ്ചകളെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ്. ഇപ്പം ഇന്നലെ രാത്രി നമ്മൾ ബംഗ്ലാവിൽ പോയി
ഇന്ന് പോയില്ല നമ്മളഞ്ഞ അങ്ങോട്ട്. എല്ലാവരും ജോലി തിരക്കുള്ളതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോയി. നമ്മളിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരം ഇവിടെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് നമ്മള് ഇതാണ് അഗസ്ത്യമല. ഇതാണ് അഗസ്ത്യ കൂടെ ട്രക്കിംഗ് ഒക്കെ അവിടെ നിന്നൊക്കെയാണ് ആരംഭിക്കുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ് ഒക്കെ അവിടെ നിന്നാണ്. അതെ വാഴവന്ത. അപ്പം ഇതൊക്കെയാണ് ബോണക്കാടിന്റെ ഒരു കാഴ്ച. നിങ്ങൾക്ക് പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പം വേണ്ട നമുക്ക് ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇതൊക്കെ പ്രവർത്തനമുള്ള സമയത്ത് എന്ത് രസമായിരിക്കും ഇവിടെയൊക്കെ അല്ലേ. ഇപ്പം കാട് പിടിച്ച് കിടന്നിട്ട് പോലും അത്രയ്ക്ക് മനോഹരം ഇവിടെ കാണാൻ. റോഡാണ് കല്ലിൽ തീർത്തേക്കുന്നത്. കല്ലിലാണ്, ഫുള്ള് കല്ലാണ്. ഒറ്റ അതായത് പഴയ റോഡ് റോളറാണ്. എന്താ ഇതിലാണ് വണ്ടിയിൽ കെട്ടി പണ്ട് ഇവിടെ ടാറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ബോണക്കാടുന്ന് യാത്ര പറയുകയാണ്. നമ്മളെല്ലാവരും പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ വന്ന കണക്ക് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്ത് ഇതാ ഇവിടെ നിന്ന് പോവുകയാണ്. ഓരോരുത്തരും രാജീവണ്ണൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. പേപ്പാറ ഡാമിൻ്റെ വ്യൂ മെയിൻ ഹൈലൈറ്റ് സാധനം ഇതാണ് അല്ലേ, പേപ്പാറ ഡാമിൻ്റെ ഈ വ്യൂ ആണ്. ഞാൻ എപ്പോഴും ഈ വീഡിയോയിൽ 2-3 വട്ടം ഞാൻ ഇത് കാണിച്ചായിരുന്നു. നിങ്ങൾ ബോറടിപ്പിക്കണതല്ല, സംഭവം ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് ഒരു വ്യൂ പേപ്പാറ ഡാമിൻ്റെ. അപ്പം ഇനി കല്യാണ ഇന്നലെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ്. ഇന്നലെ രാത്രി ഫുള്ള് നമ്മളുണ്ടായിരുന്നു. എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്നപ്പോൾ ഇവന്മാർ കുരയ്ക്കുമായിരുന്നു. കുരച്ച് ഓടിക്കും അല്ലേ നമ്മളല്ല 2 പേര്. അപ്പം ബോണക്കാടുത്ത വിശേഷങ്ങളും കാഴ്ചകളും ഇതൊക്കെയാണ്. അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.